ഒലീക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അപ്പൂപ്പന്താടിയുടെ ഒരു കായ വെച്ചിട്ടാട്ടോ ഇന്നൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തൂളി പോകുന്ന അപ്പൂപ്പന്താടിയില്ലേ, അതുണ്ടാവും. ഇത് ആൽമരത്തിൻ്റെ മുകളിലൊരു വള്ളി ഇങ്ങനെ തൂങ്ങിയപ്പോൾ അതിലിങ്ങനെ കുറേ കായ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ എടുത്തതാട്ടോ. ഇത് ഈ കായ ഇങ്ങനെ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ട് കടയിലൊരു ഷോപ്പിലൊരു ചേട്ടൻ വന്നപ്പോൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞതാട്ടോ എന്നോട്, ഇന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറ്റുമോ നോക്കി നോക്കി പറഞ്ഞപ്പോൾ ഞാൻ പോയി പെറുക്കിയെടുത്താണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിങ്ങനെ പൊട്ടി തൂളിയിട്ട് ആ പൂപ്പന്താടി പറക്കുക അതിങ്ങനെ തൂളിപ്പോവില്ലേ, അതാണ്. അപ്പോൾ ഈ കായ ഇങ്ങനെ ഒരു ചിരാത് പോലെ, ശരിക്കൊരു ചിരാത് പോലെ തന്നെ തോന്നുന്നു കേട്ടോ. നമ്മൾ ഇതളൊക്കെ കട്ട് ചെയ്യേണ്ട ഒന്നുമില്ല, അതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്, ശരിക്കൊരു ചിരാത് പോലെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ കായ ഇങ്ങനെ കാണാൻ തന്നെ ഇതിൻ്റെ ഒരു പൊടി കാണാൻ നല്ല ഭംഗിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിത് കുറേ പെറുക്കി കൊണ്ടുവന്നു. ഇനി അവിടെ കുറേ കിടക്കുന്നുണ്ട്, എനിക്ക് ഒഴിവുപോലെ ഉള്ളൂ പോയിട്ട് ബാക്കിയും കൂടി പെറുക്കിയെടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്യാം. 4 പോള വെച്ചിട്ട് ഒരു താമരമുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാളറ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു അതിൻ്റെ ഉള്ളിലുള്ള ഒരു പൂമ്പൊടി പോലുള്ള ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. 2 സ്റ്റിക്ക് എടുത്ത് എന്തിനാ വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് താമരമുട്ടിൻ്റെ ഞെട്ട് ഇത്രയും കൂടി തണ്ട് വണ്ണം കൂടിയതായിരിക്കും, അതിന് കൂടിയിട്ടാട്ടോ. ഒത്തിരി വണ്ണം കൂടാൻ വേണ്ടിയിട്ടാണ് 2 എടുത്തിരിക്കുന്നത്. ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാബ്രിക്കിൻ്റെ പെയിൻറ് തന്നെ എടുത്തിരിക്കുന്നു കേട്ടോ. ഈ 2 കളർ എടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. ഗ്രീൻ ടാപ്പ് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത് ഒട്ടിക്കൽ കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏതെങ്കിലും ഒട്ടിക്കൽ കഴിഞ്ഞാൽ ഗ്രീൻ ടാപ്പ് ചുറ്റാൻ പറ്റില്ല ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ ഇതാദ്യം ചുറ്റി കൊടുക്കുന്നത്. ഈ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ചുറ്റിയെടുക്കാം. ഇതന്നെ ഒറ്റ പീസ് കുറച്ച് വണ്ണത്തിൽ കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഒറ്റ പീസ് ഇല്ലാത്ത കാരണം കൊണ്ട് മാത്രമാണ് 2 പീസ് എടുത്തത്. ഈ താമരമുട്ടിൻ്റെ തണ്ട് കുറച്ച് തടി കൂടുതൽ തോന്നണം, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇത് ലാസ്റ്റ് എത്തുന്ന ഭാഗത്ത് കുറച്ച് പശ തേച്ചിട്ട്, നിങ്ങളെല്ലാവരും ഞാനിടുന്ന വീഡിയോ എല്ലാം കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കണം. ഈ ഒരു പാളയുടെ കഷ്ണം എടുത്തിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കണം. സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഈ താമരയുടെ മുട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കാനാണ്. ഇത് നമ്മൾ കാണുന്നില്ല, പക്ഷെ ഇത് ഒട്ടിക്കുമ്പം കറക്റ്റായിട്ട് നിൽക്കാനും, ഇനി അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ ഇതല്ലേ കാണുള്ളൂ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇത് വെച്ചാലാണ് നല്ല കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുള്ളത്, അല്ലെങ്കിൽ ഒരു പിടുത്തം ഉണ്ടാവില്ലല്ലോ, അതാണ് കേട്ടോ. ഇത് നമ്മളിവിടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ട് കെട്ടുന്നുണ്ട്. നല്ല വലിച്ച് മുറുക്കി കെട്ടിക്കൊടുക്കണം. കെട്ടിട്ട് കൊടുക്കാം. പെട്ടെന്ന് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു പോളം എടുത്തിട്ടുണ്ട്. ഇത് ശരിക്ക് ഇതിലൊരു ഇത് കണ്ടോ, ഒരു പഴുത്, ആ പഴുത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഈ രണ്ടാമത്തെ ഒരു ചെറിയ പോളെടുത്തിട്ട് ഈ ഒരു ഓട്ടയെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചേരുന്ന ഒരു കറക്റ്റായിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചുകൊണ്ട് രണ്ട് പോളെടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പോളെടുത്തിട്ട് ഇതിന് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പോളെടുത്തിട്ട് ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു മുട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനിങ്ങനെ ഒന്ന് അമർത്തി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടി കഴിയുന്നവരെ ഒന്ന് അമർത്തി പിടിക്കണം. കുറച്ച് നല്ല പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പാളിയിൽ ഈ ഒട്ടുന്ന സ്ഥലത്തൊക്കെ ഒന്ന് നന്നായിട്ട് പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഒട്ടട്ടെ, അതുവരെ നമുക്കിതൊന്ന് പിടിക്കാം. ഇപ്പം നമ്മൾ താമര മുട്ടിൻ്റെ രൂപത്തിൽ ഇത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഈ പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലൈറ്റ് കളർ ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ താമര മുട്ടിൻ്റെ മുകളിലുള്ള ഈ ലൈൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു വര പോലെ, അതും കൂടെ ഇതിന് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത് വെച്ചിട്ട് താമര മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് വെച്ചിട്ട് വേറൊരു ഫ്ലവർ പിന്നൊരു ദിവസം ഉണ്ടാക്കി കാണിച്ചു തരാം. ഈ ഒരു പോള വെച്ചിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്ലവറിൽ പെട്ടതാണേനും പെട്ടെന്ന് നാശമായി പോവില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും ഇങ്ങനെ പെയിൻ്റ് അടിക്കാതെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാതെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് ഏത് ഫ്ലവർ വേണമെങ്കിലും മോഡൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് കിട്ടിയ പാട് താമരമുട്ട ഉണ്ടാക്കാമെന്നാണ് തോന്നിയത്. അപ്പം നമ്മൾ ഈ ഒരു കളറ് ഇതിൽ അടിക്കൽ കഴിഞ്ഞു. നമുക്ക് ഈ ലൈറ്റ് പിങ്ക് എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് അടിച്ചെടുത്തു കേട്ടോ. ആദ്യം കുറച്ച് ലൈറ്റായിട്ട് ഞാൻ അടിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്നും ഇങ്ങനെ വരഞ്ഞ് ഒരു ലൈനാക്കി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ലൈൻ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതെല്ലാവരും ഇത് കിട്ടിയാൽ കളയാതെ പെറുക്കി കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വെച്ചിട്ട് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഡ്രൈ ഫ്ലവർ ചിരാത് പോലെ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിച്ചിട്ട് പല മോഡൽ ഫ്ലവറുകൾ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് താമരമുട്ട് ഓർമ്മ വന്നപ്പോൾ അതിലുണ്ടാക്കാമെന്ന് വെച്ചിട്ടാട്ടോ ഇതുണ്ടാക്കിയത്. ആ കളറിൻ്റെ ചെറിയൊരു ഡപ്പ ഇരിക്കുന്നുണ്ട്, അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതിൻ്റെ 4 ഇതളുടെ സൈഡ് ഉണ്ടല്ലോ, 2 സൈഡ്, ആ സൈഡ് മാത്രം കുറച്ച് ഡാർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്കിനി ഒരു വൈറ്റ് കളർ പോലെ കൊടുക്കണമെങ്കിൽ റെഡ് കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാം കേട്ടോ. ശരിക്കും താമര മുട്ട പോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ കളയാണ്ട്. അപ്പം നമ്മുടെ താമരമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഇന്നലെ ഒന്ന് ഇതേപോലെ കെട്ടി പടം ഒന്ന് ഉണ്ടാക്കി വയ്ക്കാതെ കേട്ടോ. ഇവിടെ കുറച്ച് കളറും കൂടി ആവാണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയും കൂടി കൊടുത്താൽ നല്ല രസമുണ്ടാവും. ഫോം ഷീറ്റ് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇല കൊടുക്കാത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വിരിയുന്ന പോലുള്ളതാണെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.